സാലറി ലഭിക്കുന്നു. ആ ആഴ്ച നമ്മൾ വളരെയധികം റിച്ചാണ്, വീട്ടിൽ മന്തിയും ബിരിയാണിയും ഒക്കെയാണ്. എന്നാൽ മാസാവസാനം 31 അല്ലെങ്കിൽ 28 ഒക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ കഞ്ഞിയാണ് അവസ്ഥ. വളരെയധികം ദാരിദ്ര്യമാണ്. ബഹുഭൂരിപക്ഷം മലയാളികളുടെയും ഒരവസ്ഥയാണിത്. ലാസ്റ്റ് മന്താകുമ്പോഴത്തേനും കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ പേഴ്സണൽ ആപ്പിളിനെ മറ്റും ആശ്രയിക്കുന്നു, അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും റോൾ ചെയ്യുന്നു. ഇതാണ് ബഹുഭൂരിപക്ഷ പ്രേക്ഷകരുടെയും അവസ്ഥ എന്നത്. ഇത് കൃത്യമായി സാലറി മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അവിടെയാണ് വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്ന തിയറി ആപ്ലിക്കബിൾ ആവുന്നത്. ആദ്യം സേവ് ചെയ്യണം. എവിടുന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം സേവ് ചെയ്യണം, ശേഷമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. എന്നാൽ മലയാളികൾ നേരെ തിരിച്ചാണ്. ആദ്യം സ്പെൻഡ് ചെയ്യും, പിന്നെ സേവ് ചെയ്യാൻ 5 പൈസ ഇല്ലതാനും. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം? മിഡിൽ ക്ലാസ്സിന് എവിടെയാണ് പോരായ്മ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാഷ് കൂടുതൽ സ്പെൻഡായി പോകുന്നത്? ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. മിഡിൽ ക്ലാസ്സിനെ നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ ഓവർ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ മൈൻഡ് സെറ്റ് വളരെയധികം പ്രീമിയത്തിലാണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെയധികം ചെറുതുമാണ്. സ്വാഭാവികമായും അവർ ലക്ഷറിയിലോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജസ്റ്റ് നടക്കാവുന്ന ഒരു ദൂരം അല്ലെങ്കിൽ ഒന്ന് ഓട്ടോയ്ക്ക് പോകാവുന്ന ദൂരമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഊബർ ബുക്ക് ചെയ്യും. വീട്ടിൽ അല്ലെങ്കിൽ റൂമിൽ ഒന്ന് ഫുഡ് ഉണ്ടാക്കാം, അതിൻ്റെ എല്ലാ സാധനങ്ങളും റൂമിലുണ്ട്. പക്ഷേ അതിന് പകരം നേരെ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും കയറി ഫുഡ് ബുക്ക് ചെയ്യും. അങ്ങനെ അവർ വളരെ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യും. ഇനി സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഫാൻസി റെസ്റ്റോറൻറ്റുകളിൽ കയറി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പർച്ചേസുകൾ നടത്തുക, ഇങ്ങനെ വളരെ എമൗണ്ട് പൊട്ടിച്ച് കളയും. ഇനി ഇമോഷൻ ട്രിഗറിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷനുകൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലുള്ള സബ്സ്ക്രിപ്ഷനുകൾ, ജിമ്മിലെ സബ്സ്ക്രിപ്ഷൻ എടുക്കും, പിന്നെ ജിമ്മിലോട്ട് പോകലേയില്ല. ഇങ്ങനെ വളരെ വലിയൊരു എമൗണ്ടാണ് അനാവശ്യമായിട്ട് മിഡിൽ ക്ലാസ് പൊട്ടിച്ച് കളയുന്നത്. അങ്ങനെ ശരാശരി 31,000 തൊട്ട് 57,000 രൂപ വരെയാണ് ഓരോ മാസവും ഓരോ വ്യക്തികളും ശരാശരി പൊട്ടിച്ച് കളയുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ എമൗണ്ട് നിങ്ങൾ SIP ഇടുകയാണെങ്കിൽ ശരാശരി 20 വർഷം കഴിയുമ്പോഴത്തേനും ആ എമൗണ്ട് വളരെ വലുതാവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അനാവശ്യ ചെലവ് സേവ് ചെയ്യുന്നതിലൂടെ മാത്രമായിട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടുന്ന സാലറിയെ കൃത്യമായി മാനേജ് ചെയ്യണം എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് 4 ബാങ്ക് അക്കൗണ്ടുകളാണ് വേണ്ടത്. ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് സാലറി കിട്ടുന്ന ബാങ്ക് അക്കൗണ്ടാണ്. ഈ സാലറി കിട്ടുന്ന ബാങ്ക് അക്കൗണ്ട് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്ന എമൗണ്ടിനെ നമ്മൾ 4 അക്കൗണ്ടുകളിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് സാലറി കിട്ടുന്ന അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 6 മാസം ജോലി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഇല്ലെങ്കിൽ കൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അതിൻ്റെ അക്കൗണ്ടാണ് രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശരാശരി നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെയോ ഒക്കെ അക്കൗണ്ടുകൾ വേണമെങ്കിൽ പ്രിഫറബിൾ ആണ്, കാരണം അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കൂടുതലാണ്. മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോട്ടോ മ്യൂച്വൽ ഫണ്ടിലോട്ടോ ബോണ്ടിലോട്ടോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു എമൗണ്ട് നമ്മളെപ്പോഴും സേവ് ചെയ്യേണ്ടതുണ്ട്. അതായത് മാർക്കറ്റ് ഇടിഞ്ഞു കിടക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു എമൗണ്ട് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സേവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബോണ്ടിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്വാർട്ടർ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 12 മാസത്തിലൊരിക്കലോ ഒക്കെയാണ് ഇൻട്രസ്റ്റും എമൗണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അടക്കം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് തന്നെ വേണം. അടുത്തൊരു ബാങ്ക് അക്കൗണ്ടാണ് പറയുന്നത്, അതായത് എക്സ്പെൻസ് അക്കൗണ്ട് എന്നത്.
എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട്, അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ, അല്ലെങ്കിൽ FMCG പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ, അങ്ങനെ നമ്മുടെ നീഡ് എന്താണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് പർച്ചേസ് ചെയ്യാൻ, ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എമൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് വേണം. ഇങ്ങനെ 4 അക്കൗണ്ടാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതായത് സാലറി കിട്ടുന്ന ഒരു വ്യക്തി കൃത്യമായി തങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിനെ മാനേജ് ചെയ്യാൻ 4 അക്കൗണ്ടുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടതാണ് ഒരു കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിലെ ഡേ ട്രേഡും മറ്റൊക്കെ ചെയ്തിട്ട് വളരെ വലിയൊരു എമൗണ്ട് നഷ്ടമാക്കി കളയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഒരു ജോബുമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പലപ്പോഴും പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പോലും ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ ട്രേഡ് പോലും ചെയ്യാൻ സാധിക്കാറില്ല. ഇനി ട്രേഡ് ചെയ്യുകയാണെങ്കിലോ അതായത് 95% ആൾക്കാരും നഷ്ടത്തിലാണ് അവസാനിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വളരെയധികം സേഫ് ആയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് FDയേക്കാൾ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്ന തുകയേക്കാൾ ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വിൻവെൽത്തിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ശരാശരി 9% മുതൽ 12% വരെയാണ് ശരാശരി റിട്ടേൺ കിട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് 1 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോർമൽ ബാങ്ക് FDയിലാണ് ഇടുന്നതെങ്കിൽ ശരാശരി നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 6%. അപ്പോൾ 6000 രൂപയായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ നോർമലി ഇക്വിറ്റിയിലൊക്കെ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിസ്ക് വളരെയധികം കൂടുതലാണ്. എന്നാൽ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ റിസ്ക് നിങ്ങൾക്ക് ഇക്വിറ്റി അപേക്ഷിച്ചോളം താരതമ്യേന കുറവായിരിക്കും, എമൗണ്ട് സേഫ് ആയിരിക്കും, മികച്ച റിട്ടേൺ ശരാശരി 9% മുതൽ 12% വരെ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നത് അഡ്വാൻറ്റേജ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് ക്യാഷ് ഫ്ലോ ടൈം സ്ട്രാറ്റജി. നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് സാലറി ആയിട്ട് കിട്ടിയ ആ എമൗണ്ട് അതിന് എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യണം, അത് എങ്ങനെ നമുക്ക് ഒരു മാസത്തൊട്ട് കൃത്യമായി കീപ്പ് ചെയ്യാൻ സാധിക്കും, ഇതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആസൂത്രണം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ശരാശരി നമുക്ക് 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതിക്കുള്ളിൽ തന്നെ ശരാശരി എല്ലാവർക്കും തന്നെ സാലറി ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഉള്ളിൽ നമ്മുടെ കൃത്യമായ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ എമൗണ്ട് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പോകണം എന്ന കാര്യം നമ്മൾ തീരുമാനിക്കണം. അത് ആ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ടൈം ശരാശരി 5-ാം തീയതി മുതലാണ് എല്ലാവരുടെയും പല ബില്ലുകൾ ജനറേറ്റ് ആവുന്നത്, പല EMIകളും മറ്റും പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ എക്സ്പെൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ അക്കൗണ്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് ആ EMIക്ക് പോകുന്ന എമൗണ്ട്, ഇനി ക്രെഡിറ്റ് കാർഡുമായി പോകുന്ന ബില്ലുകൾ, അല്ലെങ്കിൽ വൈഫൈ അല്ലെങ്കിൽ ഗ്യാസ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന ബില്ലുകളെല്ലാം തന്നെ അതിൽ നിന്നാണ് പോകേണ്ടത്. അതായത് 15-ാം തീയതിക്കുള്ളിൽ, 5-ാം തീയതിക്കും 15-ാം തീയതിക്കുള്ളിൽ ഇങ്ങനെ പോകുന്ന എല്ലാ ബില്ലുകളും ആ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കണം. 15-ാം തീയതിക്ക് ശേഷം പ്രോപ്പറായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മളൊന്ന് നോക്കണം. എന്തിന്? നെക്സ്റ്റ് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നത്, അതായത് അടുത്ത 15-ാം തീയതി വരെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രോപ്പറായിട്ട് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക തന്നെ വേണം. എത്ര രൂപ ബാലൻസ് ഉണ്ട്, ഇനി എന്തെല്ലാം എക്സ്പെൻസുകളാണ് നമുക്ക് വരാനുള്ള സാധ്യത, ഇവ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. അതിനുശേഷം അടുത്ത 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അല്ലെങ്കിൽ 31-ാം തീയതി വരെ അതിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പ്രോപ്പറായിട്ട് പർച്ചേസ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടത്. അങ്ങനെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അടുത്ത 15-ാം തീയതി വരെ നമുക്ക് ഓടാൻ സാധിക്കും. അങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ കൃത്യമായിട്ടൊരു ബഡ്ജറ്റും കൂടി ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ മികച്ചൊരു പ്ലാനിങ് കൂടി നമുക്കുണ്ടെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും, ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, എമർജൻസി ഫണ്ടായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് വരുന്ന ഓവർ എക്സ്പെൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ വേണം എക്സാക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ, നമുക്ക് കിട്ടുന്ന സാലറിയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ.
ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.